മലയാളികളുടെ സ്വന്തം മോഹൻലാലും സഖാക്കളുടെ സ്വന്തം പിണറായി വിജയനും ചേർന്നൊരുക്കിയ അഭിമുഖ സംഭാഷണം നമ്മളെല്ലാവരും ഇന്നലെ കണ്ടതാണ്. ഞാനടക്കം ഒരുപാട് പേര് വിചാരിച്ചിരുന്നത് ഇത്രയും നാൾ നമ്മുടെ മുഖ്യമന്ത്രി നാടിന് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ എടുത്തു പറയാനും പാർട്ടിക്ക് മങ്ങിയ മുഖച്ഛായ തിരിച്ചു കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് എന്നാണ്. എന്നാൽ ഈ ഒരു പരിപാടി കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായത് നമ്മുടെ മുഖ്യമന്ത്രി സ്വയം ഞാൻ നല്ലവനാണ്, ഞാൻ സ്നേഹമുള്ളവനാണ്, എന്നെപ്പറ്റി ആളുകൾ തെറ്റായ രീതിയിൽ ധരിച്ചു വച്ചിരിക്കുന്നതാണ്, എനിക്ക് എല്ലാവരോടും വളരെയധികം സ്നേഹമാണ്, പക്ഷേ പുറത്തത് പ്രകടമാകുന്ന രീതി ഇങ്ങനെയാണെന്ന് മാത്രം. ഇതുപോലെ സ്വയം വെളുപ്പിക്കുന്ന രീതിയാണ് മുഖ്യമന്ത്രി ഈ ഒരു അഭിമുഖത്തിലൂടെ കാഴ്ചവെച്ചത്. എന്തായാലും മഹാനടനായ മോഹൻലാലിൻ്റെ മുമ്പിൽ നമ്മുടെ മുഖ്യമന്ത്രി അതിലും മികച്ച രീതിയിലാണ് ഇതിൽ അഭിനയിച്ചത്. കാരണം 5 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ ഇത്രയും സന്തോഷവാനായും ഇത്രയും ചിരിച്ച് പ്രസന്ന രൂപത്തിൽ നമ്മളെല്ലാവരും കണ്ടത്. ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ ലാലേട്ടൻ്റെ വിൻറ്റേജ് ലുക്ക് തന്നെയാണ്. എന്നാൽ ലാലേട്ടൻ ഒരു മജിഷ്യൻ കൂടിയാണ്. 5 കൊല്ലം മുന്നേ നമ്മുടെ നാട്ടിൽ വന്ന് ചിരിച്ച് സന്തോഷിച്ച് വോട്ടും വാങ്ങി മുഖ്യമന്ത്രിയായ ആ ഒരു വ്യക്തി ഇത്രയും നാളും സ്വർഗത്തിൽ എന്ന പോലെ അടിച്ചു പൊളിച്ച് ജീവിച്ചു. ഭൂമിയിൽ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് സന്തോഷമാണോ സങ്കടമാണോ ദുഃഖമാണോ ഇതൊന്നും തിരക്കാതെ സ്വന്തം കാര്യവും സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം തിരക്കി നടന്ന ഇദ്ദേഹം തിരിച്ച് ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു. അതെ, ചിരിച്ച് സന്തോഷിച്ച് പ്രസന്നനായിട്ട് ഞാൻ എവിടെയും പോയിട്ടില്ല, ഞാൻ ജനങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്, ഞാൻ ജനങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ സഖാവായി ഇന്നും നിങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ട് എന്ന രീതിയിൽ ചിരിച്ച് സന്തോഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ചിരി കാണാൻ തന്നെ നമുക്ക് ഒത്തിരി സന്തോഷം. ഇത്രയും നാളും ഇല്ലാതിരുന്നൊരു ചിരി. 5 വർഷം മുന്നേ നമ്മളെല്ലാവരെയും പറ്റിച്ച് ഇലക്ഷനും ജയിച്ച് CM ആയി ഇതുപോലൊരു ചിരിയും ചിരിച്ചാണ് ഇദ്ദേഹം മുങ്ങിയത്. അതിനുശേഷം ഇപ്പോഴാണ് നമ്മുടെ ലാലേട്ടൻ്റെ ഇൻ്റർവ്യൂവിൽ വന്ന് ഇതുപോലെ ചിരിച്ച് പ്രസന്നനായി ഇദ്ദേഹത്തെ നമ്മളെല്ലാവരും കാണുന്നത്. എന്തായാലും ഇനി അടുത്ത ഇലക്ഷൻ വരെ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇതുപോലെ ചിരിയും സന്തോഷവും എല്ലാം കാണും. കാരണം കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയെങ്കിലും വീണ്ടും പറ്റിച്ച് ഒന്നുകൂടെ CM ആയി കഴിഞ്ഞാൽ 15 വർഷം കണ്ടിന്യൂസ്ലി ഭരിച്ച് കേരളത്തിന് നമ്പർ 1 ആക്കിയിട്ട് ഇദ്ദേഹത്തിന് സ്വസ്ഥമായി മടങ്ങാം. അതുതന്നെയായിരിക്കും ഇദ്ദേഹത്തിൻ്റെയും ലക്ഷ്യം. എന്തായാലും 10 വർഷത്തെ ഭരണം കൊണ്ട് തന്നെ കേരളത്തിൻ്റെ ജനങ്ങൾ സന്തോഷവാന്മാരാണ്. ഇനിയും കേരളത്തിൻ്റെ ജനങ്ങൾക്ക് ഇതുപോലെ സന്തോഷം തന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ താങ്ങാൻ പറ്റുന്നതല്ല. എന്തായാലും മന്ത്രിമാരുടെ കുടുംബവും എല്ലാം നന്നായി. ശബരിമലയിലെ സ്വർണവും ബാക്കി എല്ലാ സംഭവവും കട്ടുകൊണ്ടുപോയി. ഇനി അവിടെ എന്തൊക്കെ കട്ട് മുടിക്കാനുണ്ടെന്നുള്ളത് ദൈവത്തിന് പോലും അറിയത്തില്ല.